ഒരു ഗോതമ്പ് കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ഈ കൃഷിക്കാരൻ ഒരിക്കലും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് കുറേ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളുമാണ് തരുന്നത്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നീ എന്നെ കടത്തി വിടുന്നത്. ഞാനൊരു കൃഷിക്കാരനാണ്. നേരാൻ വണ്ണം നീ എനിക്ക് എൻ്റെ കൃഷിക്ക് വെള്ളം നൽകുന്നില്ല. കൃഷി ശരിയായിട്ട് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണോ? ഒന്നുകിൽ നീ കൃഷിശാസ്ത്രത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകുക. ദൈവം ഒന്നും പറഞ്ഞില്ല. കൃഷിക്കാരന് പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തു. ഈ കൃഷിക്കാരൻ വിത്തിട്ടു, പ്രാർത്ഥിച്ചു, വെള്ളം കൊടുത്തു. ശരിക്ക് പെട്ടെന്ന് മുളച്ചു. അത് ചെടിയായിട്ട് നന്നായിട്ട് വളർന്നു. ഈ സമയത്ത് ദൈവം കൃഷിക്കാരൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കൃഷിശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. ഇപ്പം കണ്ടോ എത്ര നന്നായിട്ടാണോ എൻ്റെ ചെടി വളർന്ന് നിൽക്കുന്നത്. ആ സമയത്ത് ദൈവം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അങ്ങനെ ഈ ഗോതമ്പ് ചെടി കൊയ്യേണ്ട സമയമായി കൊയ്തു, മെതിക്കേണ്ട സമയമായി മെതിച്ചു. പക്ഷെ അതിൽ ഗോതമ്പ് മണി ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരൻ ദുഃഖിച്ച് ഇരുന്നു. ആ സമയത്ത് ദൈവം വന്നു. കൃഷിക്കാരൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അതിൽ ഗോതമ്പ് മണി ഇല്ല. അപ്പോൾ ദൈവം കൃഷിക്കാരനോട് ചോദിച്ചു, നീ വിചാരിച്ചോ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ആ ചെടി വളരുന്നതെന്ന്? അതിനേക്കാൾ പ്രതികൂല സാഹചര്യങ്ങൾ അതിനുണ്ടാകുമ്പോഴാണ് അതിന് വളരാൻ കഴിയുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അവിടെ എത്താൻ കഴിയുക.